അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോലായിലിരിക്കുകയായിരുന്നു അലിമോൻ്റെ ഉമ്മയും ഉപ്പയും. അതാ അലിമോൻ്റെ കാറ് വരുന്നു. ഒരു നിമിഷം ഉമ്മ നോക്കി. അതെ, ഓല കാണില്ലല്ലോ. പഠിച്ചോനെ, എവിടെയാണാവോ? ഓള് പോരാൻ കൂട്ടച്ചാവോ? അതെങ്ങനെയടി പോരാൻ കൂട്ടക്കാതിരിക്കോ? ഓളാങ്ങള ഷമ്മാസാണെങ്കിലേ ഓള് കൂട്ടക്കും. ഓന് നല്ല കുട്ടിയാ, പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാ കാര്യത്തിലും ഇടപെടാനും ഓൻ ഉഷാറാണ്. അതെനിക്കുള്ള സമാധാനം. അറിയില്ലേ, പെണ്ണുങ്ങളെ ബുദ്ധിയല്ലേ, എപ്പോഴാ മാറുക പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ തന്നെ നോക്ക് പഠിച്ചോനെ, നല്ല മനസ്സോട് കൂടി ഓൾക്ക് ഇറങ്ങി പോരാൻ തോന്നിയാൽ മതിയായിരുന്നു. എന്തടി ഈ പറയണത്? ഷമ്മാസ് വിളിച്ചിട്ടല്ലേ മോനും മക്കളും അങ്ങോട്ട് പോയത്. ഓൾക്ക് കൊണ്ട് വരാൻ കൊതിയുണ്ടെന്നോ? ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നാക്കുന്നത് ശരിയല്ലല്ലോ. അളിയനും മക്കളും വന്നാൽ അത് ഏറ്റവും റാഹത്തും സന്തോഷമാണെന്നല്ലേ അവന് പറഞ്ഞത്. പിന്നെ ഇപ്പം എന്താ എനിക്കിത്ര പേടി? അല്ലേ, പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ഓളെ നാത്തൂനെ കാട്ടിയത് കണ്ടില്ലേ? ആ കുട്ടികളെ മക്കളെ കിട്ട് പോയില്ലേ? അതേപോലെ എങ്ങാനും എനിക്ക് മനസ്സിക്കൊരു പേടി. അങ്ങനൊന്നും കാട്ടൂല. ഈ വിഷമിക്കാതിരിക്ക്. ഉമ്മയും ഉപ്പയും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഹോൺ അടിച്ചുകൊണ്ട് ആ കാറ് വരുന്നു. അല്ലാ, മോൻ്റെ കാറാണുള്ളത്. ഉമ്മ എഴുന്നേറ്റ് നിന്നു. ഉപ്പ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. വേണ്ട, നിങ്ങളവിടെ ഇരുന്നോളി, ഇവിടെ നിന്ന് കാണാലോ, ഞാൻ നോക്കട്ടെ. ഉമ്മ അതാ സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഡോർ തുറന്നുകൊണ്ട് മക്കൾ പുറത്തിറങ്ങി. പഠിച്ചോനെ, ഉമ്മാൻ്റെ കുട്ടികൾ വന്നോ? അങ്ങനെ അതാ ഒരു ഡോർ തുറന്ന് തൻ്റെ മകൻ അലിമോനും പുറത്തിറങ്ങുന്നു. പഠിച്ചോനെ, സാജിനെ കാണില്ലല്ലോ. ഓളില്ല റബ്ബേ. ഉമ്മ സൂക്ഷിച്ചു നോക്കി. എന്നാൽ അതാ ഉമ്മയുടെ ആ ഒരു നോട്ടത്തിന് വിരാമം കുറിച്ചുകൊണ്ട് അവളതാ പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നു. പഠിച്ചോനെ, അല്ലാ. ഉമ്മ പതുക്കെയതാ അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അല്ല, ഇജ് അങ്ങോട്ട് പോയി ഇറങ്ങിപ്പോയി അവിടെ വീഴണ്ട. ഉപ്പയുടെ ആ ഒരു വാക്ക്. ഞാൻ പോയി നോക്കട്ടെ. നേരെ അത് ഉമ്മ കാറിനടുത്തേക്ക് പതുക്കെ ഇറങ്ങിച്ചെന്നു. ഉമ്മ അവളതാ ഉമ്മയുടെ നേരെ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം സാജിയെ. ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. ഉമ്മ പൊറുക്കണം, എന്നോട് തെറ്റുപറ്റിപ്പോയി ഉമ്മ. സാരല്ല മോളെ, അതൊക്കെ ജീവിതത്തിൽ പറ്റണേന്നല്ലേ. സാരല്ല, ഇനി ഉണ്ടാകാതെ നോക്കിയാൽ മതി. മോളുണ്ട് കയറിക്കോ. ഉമ്മ സന്തോഷത്തോടു കൂടി വിവാഹം കഴിഞ്ഞ് മരുമകളെ കൈപിടിച്ച് കയറ്റുന്ന പോലെ തന്നെ സ്നേഹത്തോടെ അവളെ കൈപിടിച്ച് കയറ്റുന്നു. ഉപ്പ നേരെ ഉപ്പയുടെ അരികിൽ ചെന്നു. ഉപ്പയുടെ കൈ പിടിച്ച് മുത്തിക്കൊണ്ട് പറഞ്ഞു. ഉപ്പ, മോളെ കരയണ്ട. ഇനിയിപ്പോൾ കരയൊന്നും വേണ്ട. ഈ വന്നല്ലോ, സമാധാനമായി സന്തോഷമായി. മോളെ, ഈ ഇല്ലാച്ചിട്ട് സന്തോഷം സുഖമില്ലേനടി. ഞങ്ങളെ കാര്യത്തിൽ മാത്രമല്ല, ഓൻ്റെ കാര്യത്തിൽ. ഓനാണ് വലിയ വിഷമം, വേറൊന്നുകൊണ്ടല്ല. സാരല്ല, കൈ നിൽക്കണം മറന്നാളി, എല്ലാവരും ഒത്തുക്ക് പോയിക്കോളി. സാജിക്ക് ആ വീടും പരിസരവും വല്ലാതെ മിസ് ചെയ്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മനോഹരമായി ശ്രദ്ധിച്ചുണ്ടാക്കുന്ന ആ പൂന്തോട്ടം, അതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമമായി. റബ്ബേ, ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോരണ്ടില്ലായിരുന്നു. തൻ്റെ റൂമിലേക്ക് ഓടിക്കയറി അവൾ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ആ തലയിണയിൽ അവളുടെ കണ്ണുനീർ അതാ ഉറ്റി വീഴുന്നു. പെട്ടെന്ന് തൻ്റെ പിന്നിൽ ഒരു സ്പർശനം. സാജി. അവൾ എഴുന്നേറ്റിരുന്നു. ഇക്ക. സാരല്ല, ഇനി കരയേണ്ട നെയ്യ്. എല്ലാം റാഹത്തായില്ലേ? ഇക്ക, എന്നോട് പൊറുക്കണം കേട്ടോ, അറിയാതെ. അതൊന്നും വിഷയമല്ലടി. എനിക്ക് ഒന്നുകൊണ്ടല്ല, നീ എന്നെ മനസ്സിലാക്കൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സാജി, എനിക്ക് സത്യം പറഞ്ഞ സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ നിന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു. നീ എന്നെ മനസ്സിലാക്കി തിരിച്ചു വന്നല്ലോ, അതെനിക്ക് മതി, ധാരാളം. ഇക്ക, എനിക്ക് പുറത്തു തരണം കേട്ടോ, ഞാനറിയാതെ എന്തൊക്കെയോ. അതൊന്നും സാരല്ല. അവരുടെ സന്തോഷ നിമിഷങ്ങൾ, അതേ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവർ കടന്നു. കോലായിൽ നിന്ന് ഉമ്മയും ഉപ്പയും പറയുന്നു. എടി, ഞാൻ പറഞ്ഞില്ലേ ഓള് വരും എന്നുള്ളത്. ഇപ്പം എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ, വന്നതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ എൻ്റെ കാര്യം കാണേനു. പിന്നെ മാപ്പിളി പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ഇണക്കും പണക്കൊക്കെ ഉണ്ടാവും.
അല്ലേ, ഇതങ്ങനത്തെ വിഷയമല്ലേ, വേറെ പലതല്ലേ കെട്ടിച്ചമച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലായി മനസ്സിലായി. ഇനിയിപ്പോൾ അത് വല്ലാതെ അവിടെ കുത്തി പൊന്തിച്ചുണ്ടാക്കണ്ട, അതങ്ങനെ തേഞ്ഞ് മാഞ്ഞാണ് പോയിക്കോട്ടെ, ഓലെ മനസ്സ് തന്നെ പോയിക്കോട്ടെ. ആ പ്രായമായ മാതാപിതാക്കൾക്ക് സന്തോഷമായി. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി, ഉമ്മ, ഉപ്പ. ആ മോളെ സാജി, ഇതുമ്മ. ഉപ്പാക്ക് മധുരം കുറഞ്ഞ പാൽ ചായയും ഉമ്മക്ക് മധുരമുള്ള കട്ടൻ ചായയും. അതെ, അത് അവർക്ക് ശീലമായതായിരുന്നു. അതവർക്ക് കിട്ടുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഉമ്മയും ഉപ്പയും കോലാലിരിക്കുമ്പോൾ അവരുടെ നേരെ ആ ഒരു ചായയുടെ ട്രേയുമായി അവൾ വന്നു. അവർ തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരുടെ കണ്ണുകൾ വെള്ളം നിറഞ്ഞിരുന്നു. മോളെ, അപ്പോൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഇഷ്ടങ്ങൾ നീ മറന്നിട്ടില്ലല്ലേ? ഉപ്പ, അതെങ്ങനെ മറക്കാൻ പറ്റുമോ? സ്നേഹത്തോടെ തൻ്റെ മരുമകൾ അവർക്ക് ചായ കൊടുത്തു. അത് കണ്ടുകൊണ്ട് അലിമോൻ അങ്ങോട്ട് വന്നു. ആഹാ ഇക്ക, നിങ്ങൾക്കുള്ളത് ഞാൻ കൊണ്ടുവരട്ടോ. ഹേയ്, എനിക്കിപ്പോൾ വേണ്ടടേ, ഞാൻ ഇപ്പോൾ വെള്ളം കുടിച്ചതേ ഉള്ളൂ. ആ മോനെ, ഒന്നും മറന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഞങ്ങളെ വിട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു. അത് ഇങ്ങനൊരു ചായൻ്റെ വെള്ളം ഓളെ കൈകൊണ്ട് കിട്ടുമ്പോൾ എന്തെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ്. എടി, ഇത് എല്ലാവർക്കും ഒന്നും കിട്ടൂല. മരുക്കളെ കയ്യിൽ നിന്ന് തുള്ളി ചായൻ്റെ വെള്ളം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഒരു നേരെങ്കിലും ഓല മുമ്പൊക്കെ ഒരു ചായൻ്റെ വെള്ളം കൊണ്ടേ കൊടുക്കാറുമ്പോൾ ഓൽക്കൊരു സംഗതി ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ചിലവർക്ക് അതൊന്നും പറ്റൂല. ചിലവർ കണ്ടറിഞ്ഞാണ് മുങ്ങും. അങ്ങനെയുണ്ട്. എന്നാലും മോളിവിടെ എത്തി കിട്ടിയതുകൊണ്ട് നമുക്ക് സമാധാനമായി. നേരത്തിനുള്ള ഓളുണ്ടാക്കണ ഒരു ഫുഡും അത് വേറെ രസം തന്നെയാണ്. മോനെ, ഷാമോനെ ഒന്ന് വിളിച്ചോക്കടാ, സാജി എത്തിയോപ്പം. ഉമ്മ ഇപ്പോൾ വിളിക്കണ്ട, അവളിപ്പോൾ കുറേ ദിവസം ഇവിടെ നിന്ന് പോയതാണ്. അപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിനോട് ഇടപഴകാനും അവിടുത്തെ ഒരു സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാനൊക്കെ കുറച്ച് ടൈം എടുക്കും. നമ്മളിപ്പോൾ തന്നെ ഇതാക്കണ്ട, അവരവരുടെ ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഉമ്മ ഒരു ഹാപ്പിയായി ജീവിക്കട്ടെ, അതല്ല നല്ലത്. മോനെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഓളെ ഫാമിലിയിൽ നിന്ന് ഇതുവരെ യാതൊരു കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടായിട്ടേ ഇല്ല. ഓലവിടെ സുഖമായി ജീവിച്ചോട്ടെ. അതന്നെ, ഓള് വിളിക്കുമ്പോൾ ഇനി ഫോൺ എടുക്കുക അല്ലേ മോനെ? ഉമ്മ, അതാണ് നല്ലത്. എന്തൊക്കെ തരാൻ മോനെ, എങ്ങനെ ഇപ്പം നാടകമൊക്കെ ഒപ്പിച്ചത്? ഒന്നുമില്ലമ്മ, 2 ദിവസം മുമ്പ് തന്നെ പോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും ഇനിയൊരു സർപ്രൈസൊക്കെ എന്ന് വിചാരിച്ചു. ഞാൻ അളിയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അളിയന് ഒത്തിരി സന്തോഷമായി. പാവണം അളിയന്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ, ഷമോനെ, ഈ പറഞ്ഞ സത്യമാണടാ, എനിക്ക് അവളില്ലാത്ത ജീവിതം ഭയങ്കര പ്രയാസമാണടാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് അങ്ങോട്ട് കരഞ്ഞ് പറഞ്ഞു. ഞാൻ പറഞ്ഞോളി, ഞങ്ങൾ മക്കളെയും കൂട്ടി പോരും ധൈര്യമായിട്ട്. ഞാൻ സാജിക്കൊരു സർപ്രൈസ് കൊടുക്കാം. സാജി ആണെങ്കിൽ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ നട്ടപ്പാതിരാക്കി വരെ പോണ വർത്താനാണ് പറയുന്നത്. ഷമോനെ, എന്തായാലും ഞാൻ എത്തിയിരിക്കും. അങ്ങനെയാണ് അവർ വന്നതും സംഭവങ്ങളൊക്കെ സെറ്റായി പോയതൊക്കെ. മോനെ, ഏതായാലും സന്തോഷമായി, സമാധാനമായി. റബ്ബേ, ഒരു നല്ല മട്ടത്തിൽ ജീവിക്കട്ടെ. എന്നാൽ ഈ സമയം അതാ മുംതാസിൻ്റെ വീട്ടിൽ തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവൾ അദ്ദേഹത്തിൻ്റെ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പിന്നീട് അദ്ദേഹം വന്നിട്ടുമില്ല. അയാളെക്കുറിച്ച് ഓർക്കുവാനേ അവൾ ഇഷ്ടപ്പെടുന്നുമില്ല. ഉമ്മ ചോദിച്ചു, മോളെ. എന്തുമ്മ? അല്ല, ഓൻ്റെ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഉമ്മ, ദയവായി ഉമ്മനോട് അതിനെക്കുറിച്ചൊരു വാക്കും പറയരുത്. എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ അതിനെക്കുറിച്ച് പറയുന്നത്. മോളെ, അല്ല പിന്നെ എൻ്റെ കുട്ടീനെ എങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ എന്ത് കാര്യത്തിനാ? ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ മോളുടെ തീരുമാനം? ഉമ്മ, ഒറ്റക്കായാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാമല്ലോ. ഒരാളുടെ ചീത്ത പറച്ചിലും അടിയും കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങളായാലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഉമ്മ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയണ്ട എന്നോട്. മോളെ, ഉപ്പയുടെ ആ ഒരു വിളി, ഉപ്പാൻ്റെ കുട്ടി ഇവിടെ വന്നാണേ. എന്തുപ്പാ? മുംതാസ് ഉപ്പയുടെ അരികിലെത്തി. ഉപ്പ. മുംതാസിൻ്റെ കൈകൾ തലോടിക്കൊണ്ട് ഉപ്പ പറഞ്ഞു, ഉപ്പാൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പറ്റൂലല്ലോ. ഉപ്പാൻ്റെ കുട്ടിക്ക് ആരെങ്കിലും ഒരാളെ കയ്യിൽ എന്നെ ഏൽപ്പിക്കണ്ടേ? ഉപ്പ, ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചെന്നില്ലേ നിങ്ങൾ? നല്ല റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജീവിതത്തിന് എന്തായി? ഉപ്പാൻ്റെ കുട്ടി, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കില്ലേ. ഉപ്പാക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. അത് ഒന്നും സാരമില്ല. എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ മോളെ.
പക്ഷേ ഉപ്പാക്കൊരു കാര്യം പറയണ്ട്. അത് ഉപ്പാൻ്റെ കുട്ടി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഉപ്പ നിങ്ങൾ എന്താ പറയണത്? എന്താണ് കുറച്ച് കഴിയട്ടെ, എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനൊക്കെ. മനസ്സിൽ നീ വിഷമം തന്നെയാണ് മായണില്ല. എനിക്ക് സങ്കടമാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അമേരിക്കയ്ക്ക് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. എൻ്റെ നഴ്സിങ്ങും കാര്യങ്ങളും അതൊക്കെ ഇനി പിന്നെ നടത്താം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു വർഷം ഞാൻ ഉപ്പയെ നോക്കി ഇവിടെ ഇരിക്കുകയാണ്. മോളെ, ഉപ്പാക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും വേണ്ടിയില്ല ഉപ്പ. ഉപ്പ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ചിന്തിക്കണ്ട. മോളുടെ മുഖത്ത് നോക്കി അമർത്തി വന്ന മോളി ഉപ്പ അവിടെ കിടക്കുന്നു. എന്നാൽ ഈ സമയം ഫൈസൽ തൻ്റെ പ്രിയപ്പെട്ട മുംതാസ്, അവൾ എപ്പോഴേക്കോ തൻ്റെ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു. അന്ന് ഉപ്പ നൽകിയ ആ ഒരു ഗിഫ്റ്റ് അതവളുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണം. അല്ല, അങ്ങനെയല്ല, അവളെ ഒന്ന് തനിച്ച് അവളോട് എൻ്റെ ഇഷ്ടം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഏതൊക്കെ തന്നെയായാലും അവന് വരില്ലെന്ന് ഉറപ്പായി തുടങ്ങി. എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അവൾ സ്വീകരിക്കുമോ എനിക്കറിയുന്നില്ല. അന്ന് ഫുഡിന് വേണ്ടി ഉപ്പയുടെ കൂടെ അതാ ഫൈസലും വന്ന് ഇരിക്കുന്ന സമയമായിട്ടും കാണുന്നില്ല. മോളെ, ഫൈസലൊന്ന് വിളിച്ചു നോക്ക്. നേരെ അതാ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തുള്ള റൂമിലെത്തിയിട്ട് ഫൈസിക്ക, ഫൈസിക്ക എന്ന് വിളിക്കുന്നു. ഓ, ഫൈസിക്ക് ഉറക്കാൻ തോന്നണോ? അവൾ നേരെ തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ വാതിൽ പെട്ടെന്ന് തുറന്നു. അവൾ തന്നെ വിളിച്ച് തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. താൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ച്. ഒരു നിമിഷം അവൻ വിചാരിച്ചു, ഉറക്കെ ഒന്ന് വിളിക്കട്ടെ, മുംതാസ്. അവൻ്റെ ശബ്ദം പൊങ്ങിയില്ല. പക്ഷെ അവൾ ഒറ്റക്കാണ്. അവൾ നടന്നു പോവുകയാണ്. എങ്ങനെ വിളിക്കണം എന്നറിയുന്നില്ല. അവൻ്റെ നാവിന് ബലമില്ലാത്തതുപോലെ. എങ്കിലും ഉള്ള ശബ്ദത്തിൽ വിളിച്ചു, മുംതാസ്. ആ ഒരു വിളി കേട്ടപ്പോൾ അവൾ അറിയാതെ അങ്ങ് തിരിഞ്ഞു നോക്കി. ഫൈസിക്ക. അവൾ തിരിഞ്ഞു നേരെ ഫൈസലിൻ്റെ അടുക്കിലേക്ക് നടന്നു. ഫൈസിക്ക, ഉമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. മുംതാസ്. എന്താ ഫൈസിക്ക ഇങ്ങനെ എന്നെ നോക്കുന്നത്? എന്നെ ആദ്യമായിട്ട് കാണുകയാണോ? മുംതാസ്, നീ ഓ എന്താ സ്വപ്നത്തിലാണോ? ഞാൻ ഉറക്കത്തിൽ വിളിച്ചതാണോ പ്രശ്നം? അത് സാരല്ല, ഉമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. ലേറ്റ് ആയിട്ടുണ്ട്, ഉപ്പ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുംതാസ്, നിനക്ക് എനിക്ക് എന്താണ് ഫൈസിക്ക നിങ്ങൾ പറയുന്നത്? ഞാനൊരു കാര്യം നിന്നോട് തുറന്നു പറഞ്ഞാൽ നീ അത് അംഗീകരിക്കോ? എന്താ ഫൈസിക്ക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നിങ്ങ് വന്നേ, വേഗം വന്നേ. നിനക്ക് എനിക്കൊരു സാധനം തരാനുണ്ട്. അത് സാധനം തരാനോ? എന്തൊക്കെയാ പറയുന്നത്? എന്ത് സാധനമാണ്? അതെ, ഫുഡ് കഴിച്ചിട്ടാക്കാം കേട്ടോ, ബാക്കി അങ്ങോട്ട് നടന്നേ. മുംതാസ്, നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വച്ച ഒരു സാധനം. നല്ല തമാശ. എനിക്ക് വേണ്ടി സാധനം എടുത്തു വച്ചിരുന്നോ? ഓഹോ, അപ്പോൾ എന്നോടൊന്ന് ഇഷ്ടമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഫൈസിക്ക് അത് ആദ്യമേ പറയണ്ടേ. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് വിവാഹമോചനം തേടുന്ന ഒരു പെണ്ണ്. എന്തൊക്കെ തന്നെയാലും കല്യാണം കഴിഞ്ഞാൽ അത് 2ാം നമ്പറായി. ഞാനൊക്കെ വിവാഹം ഇനി കഴിക്കുകയാണെങ്കിലും ഞാനൊരു 2ാം കെട്ടുകാരിയായി മാറിക്കഴിഞ്ഞു. അതെ, തൻ്റേതല്ലാത്ത ഇഷ്ടങ്ങളാൽ, തൻ്റേതല്ലാത്ത സ്വപ്നങ്ങൾ, ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി ഞാൻ അയാളുടെ ഭാര്യയായി. അതെ, തൻ്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും ഞാൻ നോക്കിയില്ല. ആർക്കൊക്കെയോ വേണ്ടി ഞാൻ അവൻ്റെ മുമ്പിൽ നിന്നു കൊടുത്തു എല്ലാത്തിനും. അങ്ങനെയെങ്കിലും എൻ്റെ കുടുംബം സന്തോഷിക്കട്ടെ, അവൻ്റെ കൂടെയുള്ള ആ ഒരു നല്ലൊരു ജീവിതം കണ്ടിട്ട്. പക്ഷേ എനിക്ക് വിഷമായിരുന്നു ഫൈസിക്ക. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടിയായിരുന്നു. അതെ, അങ്ങനെയാണെങ്കിലും നല്ല സ്വഭാവവും സമാധാനമുള്ള ജീവിതമാണെങ്കിലും ഞാനിവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ദിവസം തോറും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സത്യമായിട്ടും പാർട്ടികളിലായാലും ടൂറുകളിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചകൾ എനിക്ക് കാണേണ്ടി വന്നു. എനിക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ. എങ്കിലും ഞാൻ ക്ഷമിച്ച് കൊണ്ടു നടന്നു.
ഞാൻ വിചാരിച്ചു എനിക്കെൻ്റെ കുടുംബങ്ങൾ തന്നതല്ലേ ഇദ്ദേഹത്തെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവാം എന്ന് തന്നെ. പക്ഷേ എനിക്ക് പറ്റിയില്ല ഫൈസിക്ക, എനിക്ക് പറ്റിയില്ല. എൻ്റെ ഉപ്പക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം എന്നെ വിടുന്നില്ലായിരുന്നു. സത്യമായിട്ടും എനിക്ക് മടുത്തുപോയി, വെറുത്തുപോയി. ഇനിയൊരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കില്ല ഫൈസിക്ക, സത്യമായിട്ടും. അവൾ ഫൈസലിൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു. ഫൈസലിനെ എല്ലാം കേട്ടപ്പോൾ അവളിൽ നിന്ന് നെഞ്ചോട് ചേർക്കണമെന്ന് തോന്നി. അവൻ്റെ കൈകൾ അതിനു വേണ്ടിയിട്ട് വിടർന്നു. ഫൈസിക്ക, എൻ്റെ ജീവിതം അതങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെയാണോ ഫൈസിക്ക ജീവിതം ഇനി ഉദ്ദേശിക്കുന്നത്? മുംതാസ്, നീ എൻ്റെ റാണിയാണ്, നീ എനിക്ക് എല്ലാമാണ്. സത്യം പറഞ്ഞാൽ നിന്നിലുള്ള ആ റൂഹ് എന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സത്യമായിട്ടും എനിക്ക് ആ ഇഷ്ടം തുറന്നു പറയുവാൻ വേണ്ടി ഫൈസൽ വെമ്പിൽ കൊള്ളുകയാണ്. മകളെ എത്രയായിട്ടും കാണാനില്ല. ഫുഡാണെങ്കിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. ഉമ്മ അതാ ഇറങ്ങി വരുന്നു. മോളെ മുംതാസ്. ഉമ്മ ആ ഒരു കാഴ്ച കണ്ടു. അതാ ഫൈസലും മുംതാസും നല്ല സംഭാഷണത്തിലാണ്. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, റബ്ബേ എന്തായിരിക്കും അവർ പറയുന്നുണ്ടാകുക. മോളെ. ഉമ്മയുടെ വിളി അതാ അവളുടെ ചെവിയിലെത്തി. അവൾ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ഫൈസലും മുംതാസും ഒന്നകന്നു നിന്നു. അല്ലാ, പഠിച്ചവനെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കോ എന്നുള്ള രീതിയിലായിരുന്നു ഫൈസലിൻ്റെ വാക്കുകൾ. മക്കളെ. ഉമ്മ വന്ന് വിളിച്ചു. മക്കളെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഉമ്മ, ഏയ് മോനെ, ഞാനൊന്നും തെറ്റിദ്ധരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിലും എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ അതാ എത്തുന്നു. ഒരുമിച്ചെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. മോനെ ഫൈസി, കുറച്ചുകൂടി കഴിക്ക്. മോളെ മുംതു, കുറച്ച് ചോറിട്ട് കൊടുക്കും മോളെ. മുംതാസ്, മതി, എനിക്ക് വയറ് നിറഞ്ഞു. ആഹാ, ഇന്ന് തീരെ കഴിച്ചില്ലല്ലോ. ഉമ്മയുടെ വാക്ക്. ഉമ്മ വയറും മനസ്സും നിറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ കഴിക്കടാ. ഉപ്പയുടെയും ആ സ്നേഹത്തോടെയുള്ള വാക്കുകൾ സത്യം പറഞ്ഞാൽ ഫൈസലിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി. മതി. ഭക്ഷണം കഴിച്ച് ഫൈസൽ അപ്പോൾ തന്നെ തൻ്റെ ഷോപ്പിലേക്ക് പോകുന്നു. ഉമ്മ ഉപ്പയോടെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു. അതെ, പിന്നെ ഞാനങ്ങോട്ട് ചെന്നപ്പോൾ, അല്ല മോള് വിളിക്കാൻ പോയിട്ട് കുറച്ച് സമയമായിരുന്നല്ലോ ഫൈസിയെ. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ഓല് നല്ല സംഭാഷണത്തിലാണ്. ഞാൻ ഒന്നും മാറി നിന്നു. എന്താ ഇതൊക്കെ അറിയണമല്ലോ. പിന്നെ എന്നെ കണ്ടപ്പോൾ ഓല് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നും ചെയ്തു. എന്താ ഇജ്ജ് പറയണത്? ഇജ്ജ് പറഞ്ഞു വരുന്ന എന്താ? തുറന്ന് പറഞ്ഞോ. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നണുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോ. അതെ, എനിക്ക് തോന്നാണ് അജിയേക്കാളും നല്ലത് ഫൈസലാണ് നമ്മളെ മോൾക്ക് ചേർന്നതെന്ന്. ഉപ്പ അത് കേട്ട് ചിരിച്ചു. എന്താ നിങ്ങൾ ചിരിക്കണത്? അല്ലേ, എനിക്കത് എപ്പോഴേ തോന്നിയതാണ്. പക്ഷേ ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഓനോടുണ്ടെങ്കിലും ഓനക്ക് ഓളോടുണ്ടെങ്കിൽ ഞമ്മക്ക് തന്നെ നടത്തിക്കൂടെ? അല്ല, അപ്പോൾ മറ്റൊരു ഒഴിവാക്കണ്ടേ? അത് ഞമ്മക്കാണ് ഡൈവോഴ്സ് എടുത്ത് പിന്മാറണം. അല്ലാതെ ഇപ്പം എന്താ? ഓൻ്റെ വരവും ഇല്ല, വിളിയില്ല, ഒന്നുമില്ല. അങ്ങനെ പെൺകുട്ടിയെ നിർത്താൻ പറ്റുമോ? ഇജ്ജ് മോളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്തൊക്കെ തന്നെ ഓൻ ഇവിടെ അല്ല നിൽക്കണത്, ഓൾക്ക് ഇവിടെ നിൽക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓൻ്റെ കൂടെ ഇടയ്ക്കും പോവും, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. നിങ്ങൾ പറഞ്ഞത് എനിക്കും താല്പര്യമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമുണ്ട് എൻ്റെ മനസ്സിക്ക്. പക്ഷെ മോള് സമ്മതിക്കും അറിയില്ലല്ലോ. മോളോട് ഒന്ന് ചോദിച്ചു നോക്ക്. നീയേ ഉപ്പമാരെയാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകുക. ഉപ്പാരെന്ത് പറഞ്ഞാലും പെൺമക്കളത് അനുസരിക്കും. അങ്ങനെയാണല്ലോ. ഉമ്മമാരെക്കാളും ഒന്നുകൂടി ഇഷ്ടം ഉപ്പമാർക്ക് പെൺമക്കളോടും ആയിരിക്കും. നേരെ തിരിച്ചാ അങ്ങനെ തന്നെ. ആൺമക്കൾ എന്ത് കാര്യവും ഉമ്മാനോട് പറയും. അതുപോലെ തന്നെ ആൺമക്കളെ കുറിച്ചും വലിയ വേദന ആയിരിക്കും ഉമ്മമാർക്കും. അതങ്ങനെ സ്വാഭാവികമായിട്ടും. അത് മോളല്ലേ, എന്തൊക്കെ തന്നെയാലും മോള് ഈ ഒരു വിഷയം ഓൾക്ക് അങ്ങനെ മനസ്സിലുണ്ടോ ഇല്ലയോ അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് സൂചിപ്പിച്ച് നോക്കിക്കോളി. എടി എന്ത് ഈ പറയണത്?
ഞാൻ എൻ്റെ കുട്ടീനോട് അങ്ങനെ ചോദിക്കുന്നത് ഒരു മോശമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളി. അല്ലെങ്കിൽ ഫൈസിനോട് ചോദിച്ചു നോക്കി, ഓന് ഇഷ്ടമുണ്ടോ ആവോ. എനിക്ക് ഓല മട്ടും ഭാവം കണ്ടിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ഒരു മനസ്സ് ഇങ്ങനെ മാറുന്നുണ്ട് നോക്കാം. എന്ന് നീ ചോദിക്കല്ലേ, നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്കറിയാലോ ഒരു ആണും ഒരു പെണ്ണും നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെയെന്നുള്ളതൊക്കെ ഓല സ്വഭാവം ഓല കാട്ടിക്കൂട്ടിനും കണ്ടാൽ തമ്മിൽ ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്നാൽ ഈ സമയം ഫൈസലിൻ്റെ മനസ്സിൽ മുംതാസ് ചെന്ന അവളുടെ ആ മനോഹരമായ രൂപം അവൻ്റെ ഹൃദയത്തിൽ അങ്ങ് കൊത്തിവെച്ചിരുന്നു. എന്നെ അവൾക്ക് ഇഷ്ടപ്പെടുമോ? എൻ്റെ ജീവിതകഥ കേട്ട് കഴിയുമ്പോൾ ഹേയ് അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നെ ഇഷ്ടപ്പെടൂ എന്തെനിക്കറിയില്ല. എന്തായാലും അവളുടെ 2ാം വിവാഹം ആയതുകൊണ്ടൊരു പക്ഷേ എനിക്ക് അവളോട് തുറന്നു പറയാൻ കുറച്ച് മടിയാണ്. എന്തായാലും വേണ്ടിയില്ല. അന്നതാ ഉപ്പ വിളിക്കുന്നു ഫൈസലിനെ. മോനെ ഫൈസി, പിന്നെ നമ്മളെ കുടുംബത്തിലൊരു കല്യാണമുണ്ട്, മോനൊന്ന് പോയി കൊടുക്കണം. ഉമ്മയുണ്ടാവും. ഞാൻ വരുന്നില്ല, എനിക്ക് കണ്ട് വല്ലാതെ സുഖമില്ലാത്തതുകൊണ്ടേ. ഉപ്പ നിങ്ങളില്ലാതെ നിങ്ങൾ വരി, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചിറങ്ങാലോ, ഒന്നും കുഴപ്പമില്ലല്ലോ. അത്ര വലിയ അസുഖമായി കിടക്കണമെന്നില്ലല്ലോ. മോനെ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ ഉപ്പ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റുന്നോടും അതേപോലെ എത്താൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ എത്തുക. എങ്ങനെങ്കിലൊക്കെ തീരെ കിടപ്പിലായി വയ്യാതാകണമെങ്കിൽ നമുക്ക് കഴിയൂല. പക്ഷെ ഇപ്പം പിടിച്ച് നടക്കണ്ടല്ലോ നിങ്ങൾ, അത് മതി. ഉപ്പ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകാം. അങ്ങനെ അതാ ഫൈസലിൻ്റെ നിർബന്ധപ്രകാരം ഉപ്പയും ഉമ്മയും ഫൈസലും മുംതാസും കൂടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അവർ 4 പേരും അതാ വാഹനത്തിൽ കയറി. ഉപ്പാക്ക് കുറച്ച് പ്രയാസമുണ്ട്, എങ്കിലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഉപ്പ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വീട്ടിലടങ്ങിയിരിക്കാൻ പാടില്ല. വയ്യാത്ത അവസ്ഥയാണെങ്കിൽ പോലും നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പുറത്ത് പോയിട്ട് കാഴ്ചകൾ കാണാൻ, എല്ലാത്തിലും പങ്കെടുക്കുക, അങ്ങനെ ചെയ്യാം. കാരണം കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോഴും വയ്യാതാവുമ്പോഴും നമുക്ക് തീരെ കഴിയാതാവും. അപ്പോൾ കഴിയണപ്പോൾ അങ്ങോട്ട് പോവന്നെ. മോനെ ഈ ഉണ്ടായതുകൊണ്ട് ഇന്നങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. വീട്ടിൽ വല്ലാതെ ശരിയാണ്, സുഖമില്ലാത്ത സമയത്ത് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ പുറം ലോകം കാണാനൊക്കെ പൂതിയാകുന്ന ഒരു സമയമുണ്ട് മോനെ, അതുണ്ട് ഈ സമയം. എനിക്കിങ്ങനെ ചിലപ്പം തോന്നും പഠിച്ചോനെ ഒറ്റക്കൊന്ന് എൻ്റെ ഇഷ്ടത്തിന് പോകാൻ കഴിഞ്ഞെങ്കിൽ, പക്ഷേ പറ്റൂലല്ലോ. അവനുള്ളിടത്തോളം കാലം എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാം. ഉപ്പ എൻ്റെ ഭാഗത്തുനിന്ന് ഉപ്പാക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് സാധിപ്പിച്ചു തരാൻ തയ്യാറാണ്. ഉപ്പാക്ക് എവിടെ കാണുന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ പോകും. മോനെ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താഗ്രഹമാണ് ഉപ്പ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് സാധിപ്പിച്ചു തരുമല്ലോ. മോനെ ഉംറക്കൊന്ന് പോകണം. ഉപ്പ നല്ല ആഗ്രഹമാണ് ഉപ്പ പറഞ്ഞത്. ശരിക്കും ആരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാഗ്രഹം. ഉപ്പാക്ക് ഇനി നടക്കാൻ പ്രയാസമാണെങ്കിൽ പോലും വീൽ ചെയർ യൂസ് ചെയ്യാലോ, അതൊന്നും കുഴപ്പമില്ലല്ലോ. മോനെ നടക്കാം, ഇപ്പം അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, അഥവാ കാലുവേദനയായി പ്രശ്നമൊക്കെ ആകുകയാണെങ്കിൽ അങ്ങനെയുണ്ട്. എന്താ മോനെ നമുക്കെല്ലാവർക്കും കൊണ്ട് പോയാലോ? ഫൈസലിനോട് അങ്ങനെ ഒരു വാക്ക് ആ ഉപ്പ ചോദിച്ചപ്പോൾ ഫൈസലിൻ്റെ മനസ്സിൽ ഒരു നിമിഷം എന്തൊക്കെയോ മനസ്സിലേക്ക് കയറി വന്നു. ഉപ്പ എല്ലാവർക്കും എന്ന് വെച്ചാൽ ആരാ? ഞാനും ഉമ്മയും പിന്നെ മോളും നീയും, നമ്മൾ 4 ആളും തന്നെ. ആ ഉപ്പയുടെ ആ ഒരു വാക്ക് ഒരു നിമിഷം ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കി. റബ്ബേ, പടച്ച റബ്ബിൻ്റെ കഅബ ഷരീഫിൽ പോയി ദുആ ചെയ്യണം. ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് എല്ലാം തുറന്നു പറയണം, എല്ലാ കുറ്റങ്ങളും ഏറ്റു പറയണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ്. അവൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഉമ്മയും ശരിക്കും സന്തോഷിച്ചു. നല്ലൊരു ആഗ്രഹം തന്നെയാണ് ഉപ്പ പറഞ്ഞത് കേട്ടോ. ഇങ്ങനത്തെ ആഗ്രഹം ഉപ്പ പറയണ്ട വിചാരിച്ചിട്ടില്ല. അല്ലേക്ക നിങ്ങൾക്ക് കഴിയോ? എന്താടി കയ്യായി? മോൻ ഫൈസലുണ്ടാകുമ്പോൾ നമുക്ക് എന്തിനു പേടിക്കണം? പിന്നെ പഠിച്ച റബ്ബില്ലേ നമ്മളെ കാര്യം മനസ്സത്തൊരു ആഗ്രഹമായിരുന്നത്. കുറേ മുമ്പ് ചെയ്തുതരുന്നു ഹജ്ജൊക്കെ, ഇപ്പോൾ കാണാൻ ഒരു പൂതി. അതെ, മരിക്കണതിന് മുമ്പ് ഒരിക്കൽ കൂടി കഅബ ഷരീഫ് ഒന്ന് കാണണം, അതുപോലെ മദീനത്തൊന്ന് പോകണം, മുത്ത് ഹബീബിൻ്റെ അടുത്ത്. ഉപ്പ നിങ്ങൾ ഹജ്ജൊക്കെ ചെയ്തതല്ലേ? മോനെ ചെയ്തിരുന്നു, ഞാനും ഉമ്മയൊക്കെ പോയി ചെയ്തതല്ലേ? കുറച്ച് മുമ്പാണത്.
ആ ഇവള് കുട്ടിയായ സമയത്ത് ഓളെയും കൂട്ടി അങ്ങോട്ട് പോയതായിരുന്നു. അതിൻ്റെ ശേഷം എത്രയോ പോകായിരുന്നു. പിന്നെ ബിസിനസ്സിൻ്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് അതിൻ്റെ ഒന്നും വല്ലാതെ പോയില്ല. ഇപ്പോഴാണ് തോന്നുന്നത് അതൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത് ഒന്നുകൂടെ കാണാൻ കൊതിക്കണേ. ഉപ്പ തീർച്ചയായും ഇൻഷാ അല്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഉപ്പയുടെ ആഗ്രഹം സാധിപ്പിക്കാം. മുംതാസേ മോളെ. അവൾ മനസ്സിൽ സന്തോഷിക്കുകയായിരുന്നു. ഉമ്മ മോൾക്ക് മോള് പോരുന്നില്ല ഉംറയ്ക്കൊന്നും മിണ്ടായിട്ടൊന്നുമില്ല. ഉമ്മ സത്യം പറഞ്ഞാൽ എൻ്റെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ നടക്കുന്നൊന്നും വിചാരിച്ചില്ല. മോനെ ഫൈസി, കുറേ പണം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഓരോ വിധി വേണം, അത് എവിടെ എത്താനും തന്നെ. നമ്മൾ എത്തിയതാണൊരു പ്രാവശ്യം, എന്നാലും ഒന്നും കൂടെയൊക്കെ ചെയ്യാനുള്ളൊരു പൂതി മനസ്സിക്ക് നല്ലോണുണ്ടേ. അങ്ങനെ അവരിതാ ഓഡിറ്റോറിയത്തിലെത്തി. എല്ലാവരും വിവാഹത്തിന് കടന്നു വരുമ്പോൾ മുംതാസും ഫൈസലും ഉമ്മയും ഉപ്പയും കടന്നു വരുമ്പോൾ എല്ലാവരുടെയും വിചാരം മുംതാസിൻ്റെ ഭർത്താവ് ഫൈസൽ ആണെന്നാണ്. അവനെ എല്ലാവരും സന്തോഷത്തോടു കൂടി കൈപിടിച്ച് അവിടെ ഇരുത്തി. മോളെ മുംതാസ് സുഖല്ലേ? ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിനെ കാണാത്തവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. അവർ പറയുന്നു, എങ്ങനെയുണ്ട് മോളെ അമേരിക്കയിലെ ജീവിതമൊക്കെ? മാഷാ അല്ലാ, ചെക്കൻ മൊഞ്ചനാണല്ലോ. അവൾ ഒന്നും മിണ്ടിയില്ല. കാരണം ഒന്നും വെളിവാക്കണ്ട, ഞാൻ ഡൈവോഴ്സ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങുകയാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കും. തൽക്കാലം അതങ്ങനെ തന്നെ അങ്ങിരിക്കട്ടെ. അവൾ ഉമ്മയോട് മന്ത്രിച്ചു. ഉമ്മ, പിന്നെ എൻ്റെ ഭർത്താവിനെ ചോദിക്കുമ്പോൾ ഭർത്താവില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അല്ലാതെ വേറൊന്നും പറയണ്ട. ഇനിയിപ്പോൾ പറഞ്ഞാൽ ഉമ്മയും വിചാരിച്ചു അതെ ശരി തന്നെയാണ്, ഓരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ഒരു കൊട്ടിപ്പാടി നടക്കാനും കൂടി അതൊരു ഏതുമായിരിക്കും. അവരെല്ലാവരും ആ ചെയറിൽ ഇരിക്കുന്നു. പലരും വന്ന് അതാ ഫൈസലിനെ കൈ കൊടുക്കുന്നു. മുംതാസിനോടും വിശേഷങ്ങൾ ചോദിക്കുന്നു. മുംതാസ്, അല്ല പുതിയ വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അവൾ നാണിച്ച് തല താഴ്ത്തി. അതെന്താ പെണ്ണ് നാണിച്ച് തല താഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊക്കെ നിർബന്ധമല്ലേ. ഇൻഷാ അല്ലാ, അവൾ അത് പറഞ്ഞ് മെല്ലെ അങ്ങ് കഴിച്ചില്ലായി. പിന്നെ നിൻ്റെ ഹസ്ബൻഡ് മൊഞ്ചനാട്ടടി. ശരിക്കും മുംതാസിന് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഓരോരുത്തർ വന്ന് പറയുമ്പോഴും. പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. അതേ ചോദ്യം തന്നെ ഉപ്പയോടും, മരുമകനാണല്ലേ എന്ന് പറഞ്ഞ് ഫൈസലിൻ്റെ അരികിൽ വന്ന് കൈ കൊടുക്കുമ്പോഴും ഉപ്പ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഒന്ന് ചിരിക്കുക എന്നല്ലാതെ ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. എല്ലാവരോടും ഒരു പുഞ്ചിരി മാത്രം. ഓഡിറ്റോറിയത്തിലേക്ക് അതാ മണവാളനും മണവാട്ടിയും കയറി വരുന്നു. ശരിക്കും മുംതാസും ഫൈസലും അത് നോക്കി നിന്നു. അതെ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളും തിരക്കുമൊക്കെയാണ്. നല്ല ഭംഗിയുള്ള മണവാട്ടിയും മണവാളനും. അറിയാതെ മുംതാസ് ഫൈസലിനെ നോക്കി. ഫൈസലിന് ശരിക്കും അത് വല്ലാത്തൊരു നോട്ടമായി തോന്നി. മുംതാസിനെ നോക്കി ഫൈസൽ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അത് മുംതാസിൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. അവളുടെ മനസ്സിൽ എന്താണെന്നറിയില്ല, പുതിയ ഒരു സ്വപ്നം അതാ പൂത്തിലഞ്ഞ് നിൽക്കുന്ന പോലെ. അതെ, എന്തൊക്കെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പൂക്കാലം വന്നതുപോലെ അവൾക്ക് തോന്നി. എന്താണെന്നറിയില്ല ഫൈസലിനെ കണ്ടപ്പോൾ. പിന്നീട് അവൾക്ക് അവനെ നേരിട്ട് നോക്കാൻ തന്നെ മടിയായി. എന്തെന്നറിയില്ല. ഫൈസൽ വിചാരിക്കുന്നു, ചുടുചുടു തന്നെ സംസാരിക്കുന്ന ആ ഒരു പെൺകുട്ടിയല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, നാണം കുണുങ്ങി നിൽക്കുന്ന മുംതാസിനെയാണ്. അതെ, അവളിൽ എന്തൊക്കെയോ ഒരു ലജ്ജ വന്നിരിക്കുന്നു. തന്നെ കാണുമ്പോൾ അവൾ നേരിട്ട് മുഖത്ത് നോക്കാത്ത പോലെ തോന്നുന്നു. ഉപ്പ പറയുന്നു, മക്കളെ എന്നാൽ നമുക്ക് പോയാലോ? സത്യം പറഞ്ഞാൽ ആ ഒരു വിവാഹപ്പന്തലിലെ ആ ഒരു കാഴ്ചകൾ, ഫൈസലിൻ്റെയും മുംതാസിൻ്റെയും സന്തോഷങ്ങൾ എല്ലാം കൂടി ആയപ്പോൾ വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു അവിടെ ഉണ്ടായത്. ഫൈസൽ എഴുന്നേറ്റു. ഉപ്പയുടെ കൈ പിടിച്ചു. ഉപ്പയെ ജസ്റ്റ് ഒന്ന് തോളിൽ കൈവച്ചിട്ട്, ഉപ്പ ആ മോനെ പോവല്ലേ, കുറച്ച് നേരമല്ലേ മണവാട്ടിനും മണവാളിനെയൊക്കെ കണ്ടു. ഉപ്പ അത് പോവല്ലേ? ഉമ്മ പറയുന്നു, മക്കളെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇവിടെ നല്ല കളിയും പാട്ടും ഒപ്പനൊക്കെ ഇപ്പോൾ വരുമല്ലോ. അല്ലടി പൂതിക്ക് കണ്ടില്ലേ, ഇത് പോരെ ഇനിയിപ്പോൾ എനിക്ക്. ആയിക്കോട്ടെ എന്നാൽ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ പോവുകയാണ്. എല്ലാവരും ഫൈസലിന് കൈ കൊടുക്കുന്നു. എന്നാൽ ഇൻഷാ അല്ലാ വിളിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ അമേരിക്കയിലേക്കൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമുക്ക് പിന്നെ നിങ്ങളെ കാണാനും പറ്റിയില്ല. ഈ അടുത്താണ് നമുക്ക് വന്ന് കാണായിരുന്നു. പിന്നെ അവൾ പഠിക്കുകയാണെന്നോ ലീവില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴേ അതുകൊണ്ടാണ്. എന്തായാലും മാഷാ അല്ലാ നേരിട്ട് കാണാൻ പറ്റി.
വളരെ സന്തോഷമുണ്ട്, ഇനി നമുക്ക് കാണണം കേട്ടോ. ഫൈസലിനെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും അത് പറയുകയാണ്. മുംതാസിനെയും അതെ പഠിച്ചോ നന്നാക്കട്ടെ, രണ്ടു നല്ല ചേർച്ചുള്ള ജോഡികൾ, അല്ലെങ്കിലും പുതിയണ്ണം പുതിയാപ്പിളായാലേ ഇങ്ങനെ വേണം. മുംതാസിനെയും ഫൈസലിനെയും കൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. ഒരിക്കലും അത് തൻ്റെ ഭർത്താവല്ല, എൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിലെ പാർട്ട്ണറാണ് എന്നുള്ള കാര്യം ഒന്നും അവർ പറഞ്ഞതേയില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി കല്യാണം കഴിഞ്ഞ് വാഹനത്തിൽ കയറി. ഉപ്പയെ അതാ ഫൈസൽ ശ്രദ്ധാപൂർവം പിടിച്ച് കയറ്റി. സന്തോഷത്തോടെ അവർ അവരുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഫൈസൽ പറഞ്ഞു, ഉപ്പ അവിടെ ഒരു പാർക്കുണ്ട്, ഉപ്പ കുറച്ചു നേരം അവിടെ ഉപ്പയെ കൊണ്ടുപോവാം. മോനെ ആയിക്കോട്ടെ, ഉമ്മ പറഞ്ഞു. ഓ ഇക്കയുടെ ഒരു കാര്യം, എത്ര കാഴ്ചകൾ കണ്ടാലും കൊതി തീരൂല, വയ്യാണ്ടായിട്ടും ഓനുള്ളതുകൊണ്ട് തിരക്കിടില്ല. അതേടി, ഓന് എൻ്റെ മോനാണ്, ഓന് ഞാൻ ഒരിത്തരം വിട്ടുകൊടുക്കൂല, ഓൻ എൻ്റെതാണ്, ഉപ്പ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് മുംതാസിന് നാണമായി. അവൾ ഒരു നിമിഷം എന്തൊക്കെയോ വിചാരിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.